എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 19ാമത്തെ സർഗത്തില് 17 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 21 വരെയുള്ള ശ്ലോകങ്ങളിൽ അനുഷ്ടുപ്പ് വൃത്തവും 22ാമത്തെ ശ്ലോകത്തില് അനുഷ്ടുപ്പല്ല മറ്റൊരു വൃത്തമാണ്. അത് ഏത് വൃത്തമാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് പറയാൻ പറ്റണില്ല. അതിൽ ആദ്യത്തെ ഒരു വരിയിൽ 11 അക്ഷരം, ബാക്കി എല്ലാ വരിയിലും 12 അക്ഷരമുള്ളതായിട്ടുള്ള ഒരു വൃത്തം. ഇത് ആർഷമായിട്ടുള്ള ചില വൃത്തങ്ങളായിരിക്കാം. വാൽമീകി പല ദിക്കിലും അങ്ങനെ പലതരത്തിൽ പ്രയോഗിച്ച് കാണാനുണ്ട്. വലിയൊരു വൃത്ത വ്യവസ്ഥ നമ്മളുടെ ഇന്നത്തെ കാലത്തെ പോലെ അന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റേതെങ്കിലും തരത്തിലുള്ള വൃത്തവ്യവസ്ഥകൾ ഉണ്ടായിരുന്നിരിക്കാം, അതിനനുസരിച്ച് ഉള്ളൊരു പേരും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇത് ഒരു വരിയിൽ മാത്രം ഒരു ലക്ഷണവും മറ്റുള്ള 3 വരിയിലും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളോട് കൂടിയിരിക്കുന്നതായിട്ടുള്ള ഒരു ശ്ലോകം. അതാണ് 22ാമത്തെ ശ്ലോകം. ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്, വിശ്വാമിത്രൻ ദശരഥനോട് ചോദിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, വസിഷ്ഠനെ പോലെയുള്ള എല്ലാവർക്കും രാമനെ കൊണ്ടുപോകാനാണ് വിശ്വാമിത്രൻ വന്നിരിക്കുന്നത് എന്നുള്ളത് അറിയാം. അവരെല്ലാവരും സമ്മതിക്കുക കൂടിയാണ് ചെയ്യണത് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അത് ഒന്നുകൂടി എടുത്തു പറയാണ്. 17ാമത്തെ ശ്ലോകം നോക്കാം. വസിഷ്ഠ പ്രമുഖ സർവേ തതോ രാമം വിസർജയ അഭിപ്രേതം അസംസക്തമാത്മജം ദാതുമർഹസി. അതാണ് വിശ്വാമിത്രൻ പറയാണ്, വസിഷ്ഠൻ മുതലായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇതറിയാം. വസിഷ്ഠ പ്രമുഖാഹ സർവേ, അതായത് വസിഷ്ഠൻ മുതലായിട്ടുള്ള എല്ലാവരും തന്നെ അനുജ്ഞാം ദദതേ, അത് കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തോട് ചേർത്ത് പറയേണ്ടതാണ്. അവരെല്ലാവരും അനുജ്ഞ നൽകുകയാണ്. മന്ത്രിമാര് മാത്രമൊന്നുമല്ല, വസിഷ്ഠനെ പോലെയുള്ള ഋഷീശ്വരന്മാർക്കും കാര്യമൊക്കെ അറിയാം. അവരും ഇതിനൊക്കെ സമ്മതിക്കുന്നുണ്ട്. തതഃ, അതുകൊണ്ട് രാമം വിസർജയ, രാമനെ എൻ്റെ കൂടെ പറഞ്ഞയക്കൂ. മാത്രല്ല രാമനെ പറ്റി പറയാണ്, അഭിപ്രേതം, അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനും. പക്ഷെ അങ്ങനെ ഇഷ്ടമുള്ള ആളെ വിടാതിരിക്കുകയല്ല വേണ്ടത്, അസംസക്തമായിട്ട് തന്നിൽ നിന്ന് മാറ്റി നിർത്താനുള്ളതായ ഒരു പരിശീലനം കൂടി അവരവരുടെ മനസ്സിനും ശ്രീരാമനും കൊടുക്കേണ്ടതുണ്ട്. അതാണ് അസംസക്തം. സംസക്തി, ആസക്തി ഇല്ലാതെ തന്നെ രാമനെ എൻ്റെ കൂടെ പറഞ്ഞയക്കൂ. വാത്സല്യം അല്ലെങ്കിൽ സ്നേഹമൊക്കെ കൂടുമ്പോഴാണ് വിട്ടു നിൽക്കാനേ പറ്റില്ല എന്നുള്ള തോന്നൽ വരണത്. അതുണ്ടാവാതെ മാറ്റി നിർത്താനുള്ള ഒരു അഭ്യാസം മനസ്സിന് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആത്മജം ദാതും അർഹസി, അങ്ങനെ ആത്മജനെ, തൻ്റെ പുത്രനെ നൽകാൻ തയ്യാറാവണം. ശ്രീരാമനെ എൻ്റെ കൂടെ പറഞ്ഞയക്കണം എന്നാണ് പറയണത്. എത്ര ദിവസത്തേക്കാണ്? ദശരാത്രം ഹി യജ്ഞസ്യ രാമം രാജീവലോചനം നാത്യേതി കാലോ യജ്ഞസ്യ യഥായം മമ രാഘവ. ദശരാത്രം ഹി യജ്ഞസ്യ, യാഗം തീരാൻ ഇനി 10 ദിവസം കൂടിയേ ഉള്ളൂ. 10 ദിവസം കൂടി കഴിഞ്ഞാൽ യാഗം തീരും. അതുകൊണ്ട് ആ ഒരു 10 ദിവസത്തെ കാര്യങ്ങൾ വേണ്ടതുപോലെ നടക്കാൻ വേണ്ടിയിട്ട് രാജീവലോചനം രാമം ദാതുമർഹസി, രാജീവലോചനനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള രാമനെ എൻ്റെ കൂടെ പറഞ്ഞയക്കണേ. ഇനി അങ്ങ് ഇതിന് ഒരു താല്പര്യം കാണിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞയക്കില്ല, ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞയക്കൊക്കെയാണ് ചെയ്യണതെങ്കിൽ പിന്നെയും യാഗം നീളന്നേ ഉള്ളൂ. രാമനെ തിരിച്ചയക്കാനും പിന്നെയും നീളും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ പറഞ്ഞയച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടാക്കുകയും ചെയ്യാം. അതാണ് നാത്യേതി കാലോ യജ്ഞസ്യ, യജ്ഞത്തിന്റെ കാലവും വൈകുകയില്ല. വേണ്ട കാലത്ത് എല്ലാ ക്രിയാവിധികളോടും കൂടിയിട്ട് യാഗം ചെയ്ത് തീർക്കാനും സാധിക്കും. യഥായം മമ രാഘവ, അതുകൊണ്ട് അല്ലയോ രാഘവ, ദശരഥനെ വിളിക്കുകയാണ്, അങ്ങ് എത്രയും പെട്ടെന്ന് അങ്ങയുടെ പുത്രനെ എൻ്റെ കൂടെ പറഞ്ഞയക്കണം. യാഗം നേരത്തും കാലത്തും എനിക്ക് തീർക്കാനും അതോടുകൂടി സാധിക്കുമെന്നർത്ഥം. നമുക്ക് 19ാമത്തെ ശ്ലോകം നോക്കാം. തഥാ കുരുഷ്വ ഭദ്രം തേ മാ ച ശോകേ മനഃകൃധാ ഇത്യേവമുക്ത്വാ ധർമാത്മാ ധർമാർത്ഥസഹിതം വച. അതുകൊണ്ട് ഇതിലൊരു മാറ്റം വിചാരിക്കേണ്ട. തഥാ കുരുഷ്വ, ഞാൻ എന്താണോ പറഞ്ഞത് 10 ദിവസത്തേക്കായിട്ട് രാമനെ എൻ്റെ കൂടെ പറഞ്ഞയക്കൂ എന്ന് പറഞ്ഞത് എത്രയും വേഗം നടപ്പിൽ വരുത്തൂ.
അതുകൊണ്ട് ദുഃഖിക്കൊന്നും വേണ്ട. മാച ശോകേ മനഃകൃത, മനസ്സിനെ കൊണ്ട് ശോകത്തിൽ തള്ളിയിടുകയൊന്നും വേണ്ട. 10 ദിവസത്തേക്കേ കൊണ്ടുപോകണുള്ളൂ. അത് കഴിഞ്ഞാൽ ശ്രീരാമനെ ഞാൻ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കാം. അതുകൊണ്ട് എൻ്റെ കൂടെ പറഞ്ഞയക്കണം. ഇത്യേവമുക്ത്വാ ധർമാത്മാ ധർമാർത്ഥസഹിതം വച. ഇപ്രകാരം ആ ധർമാത്മാവായിട്ടുള്ള വിശ്വാമിത്രൻ ധർമ്മത്തോടു കൂടിയിട്ടുള്ളതായ വാക്കുകൾ ദശരഥനോട് ഇപ്രകാരം പറഞ്ഞു. എന്നിട്ട് അതാണ് അടുത്ത 20ാമത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ വരി കൂടി പറയണം. വീരരാമ മഹാതേജ വിശ്വാമിത്രോ മഹാമതി. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മഹാമനസ്കനായിട്ടുള്ള വിശാലബുദ്ധിയായിട്ടുള്ള ആ വിശ്വാമിത്രൻ തൻ്റെ സംഭാഷണം നിർത്തി. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമനെ എൻ്റെ കൂടെ പറഞ്ഞയക്കണത് ശ്രീരാമന് ഏറ്റവും നല്ലതിനായിട്ട് ഭവിക്കും. നല്ല ഉത്തമനായിട്ടുള്ള രാജാവാവും, കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും, നല്ല ഖ്യാതി അഥവാ പ്രശസ്തിയൊക്കെ കിട്ടും ചെയ്യും. എൻ്റെ കൂടെ പറഞ്ഞയച്ചാൽ മതി എന്നാണല്ലോ പറഞ്ഞേക്കണത് വിശ്വാമിത്രൻ. അപ്പോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങ് ഉചിതമായിട്ടുള്ളൊരു തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് ധർമ്മത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവനായിട്ടുള്ള ആ വിശ്വാമിത്ര മഹർഷി തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. വിരരാമ, വിരരാമ എന്ന് വെച്ചാൽ അവസാനിപ്പിച്ചു. മഹാതേജസ്വിയും മഹാബുദ്ധിശാലിയുമായിട്ടുള്ള, ഉന്നതമായ വിശാലമായിട്ടുള്ള ബുദ്ധിശാലിയുമായിട്ടുള്ള ആ വിശ്വാമിത്രൻ താൻ പറയുന്ന കാര്യങ്ങൾ വേണ്ടതുപോലെ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നർത്ഥം. അപ്പോ രാജാവിന് എന്താ സംഭവിച്ചത്? 20ാമത്തെ ശ്ലോകത്തിലെ 2ാമത്തെ ഭാഗമാണ്. സതന്നിശമ്യ രാജേന്ദ്രോ വിശ്വാമിത്രവച ശുഭം ശോകേന മഹതാവിഷ്ടശ്ചാലച മുമോഹച ലബ്ധസജ്ഞസ്തതോത്ഥായ വ്യഷീദത ഭയാന്വിത. സ തന്നിശമ്യ വിശ്വാമിത്രവച ശുഭം തന്നിശമ്യ സ രാജേന്ദ്ര. വിശ്വാമിത്രൻ പറഞ്ഞതായിട്ടുള്ള ശുഭകരങ്ങളായിട്ടുള്ള വാക്കുകള്, ഇത് വെറും വാക്കുകളല്ല, വെറുതെ ഒരു കാട്ടിലേക്ക് പോക്കല്ല, അതുകൊണ്ട് കുറെ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അങ്ങനെയൊക്കെ കുറെ അധികം പ്രവൃത്തികൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളത് ദശരഥന്റെ മനസ്സിലേക്ക് കയറിപ്പോയി. എങ്കിലും ദശരഥൻ അത് വേണ്ടതുപോലെയൊന്നും അല്ല എടുത്തത്. തനിക്ക് മകനെ വേർപെടേണ്ടി വരുമല്ലോ എന്നുള്ള ഒരൊറ്റ ചിന്ത കാരണം രാജേന്ദ്രന് അഥവാ ദശരഥന് അത് കേട്ടതൊന്നും വലിയ ഇഷ്ടമായില്ല. വിശ്വാമിത്രൻ പറഞ്ഞത് വളരെ വലിയൊരു കാര്യമായിരുന്നു എങ്കിൽ പോലും രാജേന്ദ്രനായിട്ടുള്ള ദശരഥൻ ശോകേന മഹതാവിഷ്ടശ്ചാല ച മുമോഹച, വളരെ കഠിനമായിട്ടുള്ള ശോകത്തിൽ ചെന്ന് പതിക്കുകയും ആ സിംഹാസനത്തിൽ നിന്ന് താഴെ വീണ് ബോധരഹിതനായി കിടക്കുകയും ചെയ്തു. അതാണ് ചചാല മുമോഹ ച, ചലനം സംഭവിച്ചു. ആ സിംഹാസനത്തിൽ നിന്ന് ഊർന്ന് താഴേക്ക് വീണു, മോഹാലസ്യപ്പെട്ടിട്ടാണ് വീണത് എന്നർത്ഥം. കുറച്ചു കഴിഞ്ഞിട്ട് ലബ്ധസപ്ഞസ്തദോത്ഥായ വ്യഷീദത ഭയാന്വിത. കുറച്ചു കഴിഞ്ഞ് ബോധം വന്നപ്പോൾ പതുക്കെ എഴുന്നേറ്റിരുന്ന് പേടിച്ചു കൊണ്ട് ഇപ്രകാരം ചിന്തിച്ചു. അതായത് വിശ്വാമിത്രനാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്, വിശ്വാമിത്രനാണ് താൻ വാക്ക് കൊടുത്തത്, എന്നിട്ടും അതൊന്നും നടപ്പിൽ വരുത്താൻ പറ്റിയില്ലല്ലോ. ഇനി വിശ്വാമിത്രൻ എന്താണാവോ ചെയ്യാൻ പോണത്? തുടങ്ങിയിട്ടുള്ളതൊക്കെ ആലോചിച്ചിട്ട് തനിക്ക് മകന്റെ അടുത്ത് നിന്ന് വേർപാട് സഹിക്കേണ്ടി വരുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് പേടിച്ചരണ്ടവനായിട്ട് ഭവിച്ചു. അതാണ് ലബ്ധസപ്ഞ, ബോധം വന്നപ്പോൾ ഉത്ഥായ, അവിടെ നിന്ന് എണീറ്റിട്ട് നിലത്ത് കിടക്കുകയായിരുന്നു. ഭയാന്വിത വ്യഷീദത, പേടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു, വല്ലാത്ത ശോകാവിഷ്ടനായി തീർന്നു എന്നർത്ഥം. വ്യഷീദത എന്ന് പറഞ്ഞാൽ തളർന്നു പോയി, ഒന്നും ചെയ്യാൻ പറ്റാത്തവനായിട്ട് ഭവിച്ചു. നമുക്ക് 22ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഈ ഒരു ശ്ലോകത്തോട് കൂടിയിട്ട് ഈ സർഗം തീരാണ്. ഇതി ഹൃദയമനോവിദാരണം മുനിവചനം തദതീവ ശുശ്രുവാൻ നരപതിരഭവൻ മഹാൻ മഹാത്മാ വ്യഥിതമനാഃ പ്രചചാലചാസനാത്. ഇവിടെ പറയാണ് ഇതി ഹൃദയമനോവിദാരണം മുനിവചനം തത് മുനിവചനം ശുശ്രുവാൻ. ഇപ്രകാരം ഹൃദയത്തെയും മനസ്സിനെയും പിളർക്കുന്നതായ, അതാണ് ഹൃദയ മനോവിദാരണം, അങ്ങനെയുള്ളതായ തത് മുനിവചനം, അതീവ മനോവിദാരണം, അതീവ ഹൃദയ മനോവിദാരണം, വളരെ കഠിനമായിട്ട് മനസ്സിനെയും ഹൃദയത്തെയും ശരീരത്തെയും ഒക്കെ മുറിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതായ വാക്കുകൾ ആ രാജാവ് കേട്ടു. എന്നിട്ട് നരപതിരഭവൻ മഹാൻ മഹാത്മാ, ആ മഹാനും മഹാത്മാവുമായിട്ടുള്ള
ഉത്തമനായിട്ടുള്ള രാജാവായിട്ടുള്ള ആ ദശരഥൻ എന്ത് സംഭവിച്ചു? വ്യഥിതമനാഹ, കുറച്ചു നേരം മനസ്സ് നിയന്ത്രണം വിട്ടുപോവുകയും ദുഃഖിതനായിട്ട് ആസനാത്, തന്റെ സിംഹാസനത്തിൽ നിന്ന് നിലംപതിക്കുകയും ചെയ്തു. ആദ്യം പറഞ്ഞതും അത് തന്നെയാണ്, രണ്ടാമതും അത് തന്നെയാണ് പറയണത്. ബോധം വന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ദശരഥൻ പിന്നെയും മോഹാലസ്യപ്പെട്ടു വീണു. മകനെ വേർപിരിയാനേ വയ്യ എന്നുള്ളതാണ് ദശരഥന്റെ, അങ്ങനെ വേർപിരിയേണ്ടി വരുമോ എന്നുള്ളതാണ് ദശരഥന്റെ വ്യഥ. അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. വസിഷ്ഠ പ്രമുഖാ സർവേ തതോ രാമം വിസർജയ അഭിപ്രേതമസംസക്തം ആത്മജം ദാതുമർഹസി ദശരാത്രം ഹി യജ്ഞസ്യ രാമം രാജീവലോചനം നാത്യേതി കാലോ യജ്ഞസ്യ യഥായം മമ രാഘവ തഥാ കുരുഷ്വ ഭദ്രം തേ മാ ച ശോകേ മനഃകൃതാഃ ഇത്യേവമുക്ത്വാ ധർമാത്മാ ധർമാർത്ഥസഹിതം വച വീരരാമ മഹാതേജ വിശ്വാമിത്രോ മഹാമതി സതന്നിശമ്യ രാജേന്ദ്രോ വിശ്വാമിത്രവച ശുഭം ശോകേന മഹതാവിഷ്ടശ്ചാല ച മുമോഹ ച ലബ്ധസപ്നസ്തദോത്ഥായ വ്യഷീദത ഭയാന്വിത ഇതി ഹൃദയമനോവിദാരണം മുനിവചനം തദതീവ ശുശ്രുവാൻ നരപതിരഭവൻ മഹാൻ മഹാത്മാ വ്യഥിതമനാഃ പ്രചചാല ചാസനാത്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക്, അടുത്ത സർഗത്തിൽ നമുക്ക് കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.